18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലെത്തിയ ചോട്ടാ മുംബൈക്ക് വലിയ സ്വീകരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ റീ റിലീസ് അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ആഘോഷമാക്കുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്നും 10 ദിവസം കൊണ്ട് 3.4 കോടി രൂപയാണ് ചിത്രം നേടിയത്. കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം വമ്പൻ ഓളം സൃഷ്ടിക്കാൻ 2008 ഇറങ്ങിയ ഈ ചിത്രത്തിന് സാധിച്ചു. ലിമിറ്റഡ് റിലീസിലും വമ്പൻ കളക്ഷനാണ് ചിത്രം നേടുന്നത്. 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് ചിത്രം റീ റിലീസ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മഴ കനക്കുന്ന സമയത്തും ആളുകൾ തിയേറ്ററുകളിലെത്തി ചോട്ടാ മുംബൈ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ചിത്രത്തിന്റെ കേരളത്തിലെ സ്വീകാര്യത കണ്ട് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും റീ റിലീസ് ചെയ്തിരുന്നു. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ റീ റിലീസ് റെക്കോർഡുകളിൽ ചോട്ടാ മുംബൈ ഇടം പിടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചോട്ടാ മുംബൈ. ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകർ ഏറെയാണ്. ഭാവന, കലാഭവൻ മണി, സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സായ് കുമാർ, രാജൻ പി ദേവ്, വിനായകൻ, മണിയൻ പിള്ള രാജു, മല്ലിക സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, കൊച്ചിൻ ഖനീഫ, ഭീമൻ രഘു, വിജയരാഘവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ സിനിമയുടെ ഭാഗമായിരുന്നു. രാഹുൽ രാജ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.